അസ്സലാമുഅലൈക്കും, വെൽക്കം ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ ഹോളാണ് ചെയ്യുന്നത്. മീഷോന്റെ കൂടെ നമ്മൾ ഇടയിൽ കുറച്ച് മിന്ത്രനെയും കൂടി പിടിച്ചിട്ടിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടില്ല, മിന്ത്ര മാത്രമാണ് കേട്ടോ. സോ മിന്ത്രയിൽ നിന്ന് എഫോർഡബിൾ ആയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള മീഷോന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ ആ ഒരു പ്രൈസിനൊക്കെ നമുക്ക് കിട്ടുന്ന കുറച്ച് ഡ്രസ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 2 എണ്ണം നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അത്യാവശ്യം കുറച്ച് മീഷോ എന്നുള്ള കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ ഡ്രസ്സും എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അവിടെ കാണുന്നുണ്ടല്ലേ, ഫുൾ മെസ്സായിരിക്കുകയാണ്, ഇഗ്നോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിനെ ഒരുമിച്ച് കാണിച്ചു തരാം. ഇത് 2 ഷർട്ടാണ്, കോംബോ ഒന്നല്ല. ഈ 2 ഷർട്ട്, ഇത് ഒരു നല്ലൊരു പ്രൈസ് വ്യത്യാസമുണ്ട് കേട്ടോ. ഷർട്ടിൻ്റെ കളർ അനുസരിച്ചാണ് തോന്നുന്നു. ക്വാളിറ്റി ഒക്കെ സെയിം ആണ്, കളറിനനുസരിച്ച് പ്രൈസ് കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ 400 സംതിങ്, ചെറിയൊരു 510 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ചെറിയൊരു വ്യത്യാസം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് 499 അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം. സോ ഓരോന്നും കാണിച്ചു തരാം. ഇത് നിങ്ങൾ ഓൾറെഡി എൻ്റെ ഷോർട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഇത് നല്ല ഓവർ സൈസ്ഡ് ഷർട്ടാണ്, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മീഷോന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഓവർ സൈസ്ഡ് ഷർട്ടാണ്. സോ ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ നോർമൽ സൈസ് ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഓൾറെഡി ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്, എന്നാലും പറയാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് സൈസ് കിട്ടാതായി പോകണ്ട. ഞാൻ ഓവർ സൈസ്ഡ് ആണെങ്കിൽ എൻ്റെ നോർമൽ സൈസ് XL ആണ് ഞാൻ ചൂസ് ചെയ്യാറ്. സോ ഇതൊക്കെ XL ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നല്ല കോട്ടൺ മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് രണ്ടും വന്നിട്ടുള്ളത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ, നല്ലിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സോ ഫുൾ സ്ട്രൈപ്ഡ് ആയിട്ട്, വൈറ്റ് സ്ട്രൈപ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനാണ് കേട്ടോ കുറച്ച് പ്രൈസ് കൂടുതൽ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയില്ലേ, ഒരു ന്യൂഡ്, ഒരു ഐവറിയാണോ, നല്ലൊരു ഷെയ്ഡ്. ഓക്കെ, സോ ഷർട്ടിൻ്റെ നോർമൽ സ്ലീവ് ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിറ്റിംഗ് എന്തായാലും മനസ്സിലാവും. ഞാൻ പറയുന്നതിലും കൂടുതൽ അതായിരിക്കും നന്നാവുക. സോ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷർട്ടാണ്, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഷർട്ടാണ്. സോ ഇത് 400 സംതിങ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ആൻഡ് ബ്ലൂ, ആ ഒരു ബ്ലൂ ഷർട്ട്. സോ പിൻട്രസ്റ്റിലൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ പിങ്ക് ഓവർ സൈസ് ഷർട്ട്, ഭയങ്കര അതിന് ഒരിതാ ഈ ഒരു കളർ പാൻറ്, ഈ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല രസമായിരിക്കും വെയർ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ്. സോ ഇതിൻ്റെ പ്രൈസ് ഓൾറെഡി പറഞ്ഞു. സൈസ് നോർമൽ സൈസാണ്, ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്കപ്പം നല്ല കറക്റ്റ് ഫിറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോർമൽ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ജസ്റ്റ് 333 റുപ്പീസിന് ട്രൈ ചെയ്തിട്ടുള്ള, മീഷോന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഗൗൺ ആണ്. അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഗൗൺ ആണ്. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. സോ ഇത് നമുക്ക് ഫംഗ്ഷനും ഓർ ഒരു കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. കാരണം ഇതിന്റെ യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് അല്ല, ഒരു യോക്ക് പോർഷനിൽ മാത്രമായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ് കണ്ട, ഒരു ഗ്ലാസ് പ്ലസ് മിറർ വർക്ക് വന്നിട്ടുണ്ട്. സീക്വൻസി വർക്ക് ഒന്നല്ല, നല്ല സ്റ്റോണൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഇവിടെ കണ്ടോ, ആൻറ്റിക് ടൈപ്പിലുള്ള ബട്ടണാണ്. സോ അതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റോണൊക്കെ വന്നിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാനും അതേപോലെ ഒരു ഫംഗ്ഷന് യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ളൊരു ഗൗണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. 333 റുപ്പീസ്, ഇത് ഭയങ്കര വർത്ത് ആയിട്ടുള്ളതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. സോ നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഫുൾ ലെങ്ത് ആണ് വരുന്നത്. എൻഡിലേക്ക് ഒരു ഫ്രില്ല് പോലെ വരുന്നുണ്ട്. സോ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല റയോൺ മെറ്റീരിയൽ, നല്ല കട്ടിയുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള റയോൺ മെറ്റീരിയൽ ആണ്. സോ ചൈനീസ് നെക്കായിട്ടാണ് വന്നിട്ടുള്ളത്. സോ സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ്. എല്ലാം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ചെറുതായിട്ടൊരു ഫോൾഡിങ് ആ ഒരു ഡിസൈൻ പോലെ വന്നിട്ടുണ്ട്. സോ പിന്നെ കംപ്ലീറ്റ് സെയിം ആ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് ഈ ഇട്ടിട്ടുള്ള ഷോളനാണ് ഇതിന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് കാരമൽ ഷെയ്ഡ് കേട്ടോ. എനിക്ക് ഷെയ്ഡ് ചോദിക്കാറുണ്ട് കുറേ പേര്, അപ്പോൾ ഇത് കാരമൽ ഷെയ്ഡാണ് കേട്ടോ. സോ ഇതെനിക്ക് നല്ല രസമുണ്ടായിരുന്നു ഇത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ജസ്റ്റ് 336 റുപ്പീസിന് ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയാണ്. നല്ല അടിപൊളി ഒരു കുർത്തിയാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതും ഓൾറെഡി ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു കുർത്തിയാണ്, നല്ലൊരു ഷെയ്ഡാണ്, ബ്ലൂ ആൻഡ് വൈറ്റ്. ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കറിയാം. സോ ഇത് നല്ലൊരു ഷെയ്ഡിൽ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള
കോട്ടൺ ആണ് മെറ്റീരിയൽ, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. ലേസ് വർക്ക് പോലെ വന്നിട്ടുണ്ട്. സോ സ്ലീവിൻ്റെ എൻഡിലും സെയിം ആ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട്, വൈറ്റ്. അതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. 3/4 സ്ലീവാണ്, രണ്ട് ഭാഗത്തും സ്ട്രൈറ്റ് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഓഫീസിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കൊക്കെ നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള, കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. എന്തായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. 336 റുപ്പീസിന് ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് കാണിച്ചു തരാം. നമ്മൾ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കാർഡ് സെറ്റ്. ഈ ഒരു കാർഡ് സെറ്റ് ആണ് വിത്ത് എംബ്രോയ്ഡറി വർക്ക്, വൈറ്റിൽ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു കാർഡ് സെറ്റ് ആണ് കാണിക്കുന്നത്. ആ ഒരു എംബ്രോയ്ഡറി വർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നു. കണ്ട നല്ല ഭംഗിയുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ജീൻസിന് അല്ലാതെയും ടോപ്പ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാൻ നല്ല രസം ഉണ്ടാവും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ടോപ്പ്. പിന്നെ ഇതിൻ്റെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഈ ബോട്ടത്തിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ ഒരു സിൽവർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സെയിം തന്നെ നമ്മളെ ടോപ്പിൻ്റെ എൻഡിലും ഇങ്ങനെ റൗണ്ട് കട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത്. ടോപ്പിൻ്റെ എൻഡിലും സെയിം ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ഓക്കെ, സോ പിന്നെ എല്ലാം അടിപൊളിയാണ്. സീത്രൂ ആണോന്ന് ചോദിച്ചാൽ വൈറ്റ് ആകുമ്പോൾ ചെറുതായിട്ടൊരു സീത്രൂ ആയിരിക്കുമല്ലോ, അപ്പോൾ അത് അത്രേ ഉള്ളൂ. അല്ലാതെ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയലാണ്. സോ എനിക്ക് നല്ല ഇഷ്ടമായി. വർക്കൊക്കെ വന്നപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. സ്ലീവ് ആണെങ്കിലും ഒക്കെ തന്നെ നല്ല ഭംഗിയുണ്ട് വെയർ ചെയ്ത് കഴിഞ്ഞിട്ട്. എനിക്കിഷ്ടമായി. സോ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതും 339 റുപ്പീസ് എന്തോ പ്രൈസ് വരുന്നുള്ളൂ. നല്ല വർത്തായിട്ട് തോന്നി കേട്ടോ. നല്ലതാണ്. ഈ ഒരു സെറ്റ് അല്ലേ, നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങളെ സൈസ് എടുക്കുന്ന സമയത്ത് ഒരു സൈസ് അപ്പ് എടുത്തോ. ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ്, എന്നാലും നമുക്കൊരു ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടി ലൂസ് ഫിറ്റിൽ, എനിക്ക് ഇത് എൻ്റെ നോർമൽ സൈസാണ് ഞാൻ ആക്ച്വലി ചൂസ് ചെയ്തിട്ടുള്ളത്. യെസ്, എനിക്ക് ഒരു സൈസ് കൂടി അപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി ഇട്ട് കഴിഞ്ഞപ്പം. സോ നിങ്ങൾ നോർമൽ സൈസ് ഒരു സൈസ് അപ്പ് എടുത്താൽ മതി. ഇത് ഞാൻ പറയാൻ വിട്ട്. സോ ഒരു സൈസ് അപ്പ് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. പിന്നെ ഈ ഒരു റോപ്പ് എന്തിനാണെന്ന് അറിയാം, ഈ ഒരു ബെൽറ്റ് നമ്മൾ ഈ ഒരു ഗൗണിൻ്റെ ആണ്. പിന്നെ ഞാനത് കാണിക്കാത്തത്, ഞാൻ അങ്ങനെ ഇട്ട് നിങ്ങൾ ഇടുന്നതിനോണ്ടും എനിക്ക് താല്പര്യമില്ല. കാരണം ഇതിട്ട് വെയർ ചെയ്യുമ്പോൾ വേറൊരു ഭംഗി എനിക്കിഷ്ടമല്ല. ഇങ്ങനെ ഇടുന്നതാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് ഇത് മറന്നു പോകുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളൊരു ബെൽറ്റ് ഓർ റോപ്പ് അങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു അടിപൊളി ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സ് എന്ത് അടിപൊളി ഡ്രസ്സാണെന്നറിയോ? ജസ്റ്റ് 228 റുപ്പീസിനാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടില്ല. പക്ഷേ സൈസ് എല്ലാം അല്ല, ഞാൻ എടുത്തിട്ടുള്ളത് എക്സൽ ആണ്. എക്സൽ വരെ സൈസ് അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. സോ എക്സൽ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ സൈസ്. അപ്പോൾ എനിക്കത് കറക്റ്റ് ഫിറ്റില്ല വന്നിട്ടുള്ളത്. പക്ഷേ എക്സൽ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണ്. കൂടുതൽ ആളുകളും കാണുന്നവർ എക്സൽ ആണെന്ന് തോന്നുന്നു ചൂസ് ചെയ്യാറ്. അതുകൊണ്ട് എനിക്കത് ചെയ്യണോ വേണ്ടെന്നായിപ്പോയി. പിന്നെ ശേഷം ഓക്കെ, ലാർജും എടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ലാർജ് സ്മോൾ മീഡിയം. അപ്പോൾ ആ സൈസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 228.98 അങ്ങനെ എന്തോ ആണ്. സോ ആ ഒരു പ്രൈസിന് ഭയങ്കര വർത്തായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എന്ത് നല്ല ക്വാളിറ്റിയിലാവുമെന്ന് അറിയോ? നോക്കൂ, എന്ത് അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഷർട്ട് ഡ്രസ്സാണ്. അപ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഫീഡിങ് മോംസിനൊക്കെ യൂസ് ചെയ്യാം. സോ ഭയങ്കര രസമുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. കോളറിൻ്റെ പിന്നെ സ്ലീവ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഹാൻഡിലെ ഷർട്ടിൻ്റെ സ്ലീവ് പോലെ തന്നെ ഒരു ലൂസ് കൈൻഡ് ഓഫ് സ്ലീവാണ്. നല്ല രസമുണ്ട്. ഫുൾ സ്ലീവാണ്. എൻ്റെലേക്ക് ചെറുതായിട്ടൊരു ഫ്രില്ല് പോലെ വന്നിട്ടുണ്ട്. ബട്ടൺസ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സോഫ്റ്റ് ആയിട്ടുള്ള, എനിക്കിതിങ്ങനെ പിടിക്കാൻ തോന്നുന്നു. കാരണം അത്രയും സോഫ്റ്റാണ് കേട്ടോ. ഞാനിത് വെറുതെ പറയില്ല, നല്ല അടിപൊളി സംഭവമാണ്. സോ നിങ്ങൾ എന്തായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല പ്രിൻറ്റും ആണ് വന്നിട്ടുള്ളത്. കാണുന്നില്ലേ, നല്ല പ്രിൻറ്റും ആണ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. മസ്റ്റ് ട്രൈ പറയുന്ന ഒരു സംഭവമാണ്. സോ നെക്സ്റ്റ് കാണിച്ചു തരാം. 228 എന്നാന്ന് തോന്നുന്നു, 298 ആണെന്ന് തോന്നുന്നു. അതിന് എന്തായാലും വർത്താണ്, ഭയങ്കര വർത്താണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാണിച്ചു തരാം. സൈസ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഓൾറെഡി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. സോ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് നമ്മൾ മിന്ത്രയിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഈ ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ലൂസ് ഒരു പഫ് കൈൻഡ് ഓഫ് സ്ലീവിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. സോ ഇത് ജസ്റ്റ് 500 സംതിങ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത്. എനിക്ക് നല്ല വർത്തായിട്ട് തോന്നി. ഇതൊരു ഡെനിം മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഒരു ഭയങ്കര കട്ടിലല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു തിന്നല്ല, ഭയങ്കര തിന്നല്ല,
മീഡിയം സൈസിൽ വരുന്ന ഒരു ഡിഡിയും മെറ്റീരിയൽ വരുന്ന ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ഇട്ട ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ പഫ് കൈൻഡ് ഓഫ് സ്ലീവ് ആണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ സ്ലീവാണ്. എൻ്റെ ഇങ്ങനെ ബലൂൺ സ്ലീവ്സ് വരുന്നുണ്ട്. അല്ല സോറി, എൻ്റെ ഇങ്ങനെ എലാസ്റ്റിക് വരുന്നുണ്ട്. ഓക്കെ, ഒരു പഫ് കൈൻഡ് ഓഫ് സ്ലീവാണ്. സോ വി നെക്കാണ്. ഫ്രണ്ടിൽ ബാക്കിൽ ഇങ്ങനെ സ്ക്വയർ ആണ്. എന്നിട്ട് ഇങ്ങനെ റോപ്പ് വരുന്നുണ്ട്. എ ലൈൻ ആണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. 500 സംതിങ്ങിന് ഇത് ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഡ്രസ് ബറി, അത് ഞാൻ പറയല്ലേ, ഡ്രസ് ബറി, ടോക്കിയോ ടോക്കീസ്, ഇങ്ങനെ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട് എഫോർഡബിൾ ആയിട്ട് നമുക്ക് മിന്ത്രയിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെയാണ് കൂടുതലും എടുക്കാറ്. അപ്പോൾ ഇത് ഡ്രസ് ബറീൻ്റെ ആണ്. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയിലാണ്. അവർ ഷൂ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. നല്ല എഫോർഡബിൾ ആയി ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. സോ ഇതും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു സൈസ് 500 സംതിങ് ആണ് പ്രൈസ്. 556 അങ്ങനെ എന്തോ പ്രൈസ്. സൈസ് നോർമൽ സൈസ് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും അടിപൊളിയാണ്. സോ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ദ ഫൈനൽ വൺ. ഇത് ഈ ഒരു ഷർട്ട് ഓവർ സൈസ്ഡ് അല്ല. നമ്മൾ ചിലത് ഇങ്ങനെ മിന്ത്രയിലൊക്കെ ഞാൻ അധികം ട്രൈ ചെയ്യുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഈ ഒരു ഓവർ സൈസ്ഡ് മാത്രം തപ്പണ്ട, പക്ഷെ നമ്മളെ നോർമൽ സൈസ് തന്നെ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഈ റെഗുലർ ഫിറ്റിൽ വരുന്ന തന്നെ ഒരു റിലാക്സ്ഡ് എന്നുണ്ടാവും. ഓവർ സൈസ്ഡ് എന്നുണ്ടാവില്ല, ഒരു റിലാക്സ്ഡ് റെഗുലർ ഫിറ്റിൽ വരുന്നത് നിങ്ങൾ എടുക്കാതിരിക്കരുത്. ഞാൻ അങ്ങനെ എടുക്കാതിരുന്നിട്ടുണ്ട്. കാരണം എനിക്കത് റെഗുലർ ഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഓവർ സൈസിൽ വരില്ലല്ലോ അത് വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ആ ഒരു റിലാക്സ്ഡ് എന്ന് അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും എടുത്തോ. നമുക്ക് ആ ഒരു നമ്മൾ വെയർ ചെയ്യുന്ന ഒരു ഓവർ സൈസ്ഡ് ഷർട്ടൊക്കെ അല്ലേ, അതിനെക്കാട്ടും നല്ലൊരു ഭംഗിയുള്ള ഫിറ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഷർട്ട് മിന്ത്രയിൽ. ഓക്കെ, സോ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. 500 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസും വന്നിട്ടുള്ളത്. നോർമൽ എക്സൽ ആണ് എൻ്റെ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ലൊരു ചെക്സിൽ വന്നിട്ടുള്ള നല്ല കളറിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ബ്ലാക്ക് ഒരു കാർഗോ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. മീഷോന്ന് ട്രൈ ചെയ്താണ് ആ ബോട്ടം. സോ നിങ്ങളിത് പറയുമ്പോഴേക്ക് മീഷോൻ്റെ ബോട്ടം വെയറിൻ്റെ വീഡിയോ ചെയ്യണം ഇങ്ങനെ വിചാരിക്കും. സോ എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ്. ഓക്കെ, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സൈസ് പറഞ്ഞു, പ്രൈസ് പറഞ്ഞു. ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. നിങ്ങൾ ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ഒരു ഐഡിയ കിട്ടും. അല്ലാതെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ഇതൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ടോപ്സ് ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് പോക്കറ്റ് വരുന്നുണ്ടോ, എ ലൈൻ, ആ ഒരു സ്ലിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഷർട്ടൊക്കെ നോർമൽ ആ ഒരു ഫിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. പിന്നെ ഷർട്ടിൻ്റെ കോളർ സ്ലീവൊക്കെ അറിയില്ല എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇത്രയും കളക്ഷൻസ്, അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് കാണിച്ചു തന്നു. എല്ലാം പെട്ടെന്ന് തന്നെ കാണിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ, ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിന് കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ എത്തുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ വീഡിയോസ്. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.